കോജിക് ആസിഡ്, അസലിക് ആസിഡ്, നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, ഇതെല്ലാം നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ഇത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. അസലിക് ആസിഡ് 10% എബോ ആണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ മറക്കണ്ട. കോജിക് ആസിഡ് 3% എബോ ആണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മളൊരു 7% എബോ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാം. അത് കെമിക്കൽ പീയിലോട്ട് വരുമ്പോൾ ഇഷ്യൂ ഇല്ല. കാരണം കെമിക്കൽ പീയിൽ ഒരുപാട് സാധനം ചേരുമ്പോഴാണ് അത് 30%ലോട്ടൊക്കെ പോകുന്നത്. സാലിസിലിക് ആസിഡ് 2% വരെയാണ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ബെൻസോയിൽ പെറോക്സൈഡ് 2.5 to 5% വരെയാണ് നമ്മൾ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈനിൽ അല്ലാണ്ട് നമ്മൾ ഇപ്പം ഡോക്ടർ ഷെയ്ത്ത്, അതുപോലെ തന്നെ ഫോക്സ്റ്റെയിൽ, അനിയോ പോലെയുള്ള സ്കിൻ കെയർ ബ്രാൻഡ്സ് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വരെ ഉള്ളതല്ല അവർ പ്രിസ്ക്രൈബ് ചെയ്യുക, അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് വാങ്ങിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. എന്തെങ്കിലും ഡോക്ടറുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.